ഫേസ് ലിഫ്റ്റിംഗ് ടൂൾസ് അഥവാ ഗോഷ പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫേസിന് നാച്ചുറൽ ഷേപ്പ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ലിറ്ററലി നമ്മുടെ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയറിലോട്ട് നമ്മൾ കൊണ്ടുപോകും ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന്റെ നാച്ചുറൽ സ്ട്രക്ചർ നമുക്ക് ഒരിക്കലും ഒരു രീതി കൊണ്ട് മാറ്റത്തില്ല. ഫേഷ്യൽ യോഗാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. ഇവിടെ ബേസിക്കലി നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഒരുപാട് ലിംഫാറ്റിക് ഡ്രെയിനേജസ് ഉണ്ട്. ഇതിനകത്ത് ലിംഫ് നിറയുമ്പോഴാണ് നമ്മുടെ ഫേസിന്റെ പഫ്നെസ് വരുന്നത്. എസ്പെഷ്യലി നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരുമ്പോൾ നമ്മൾ ബേസിക്കലി കിടന്നിട്ട് എണീക്കുമ്പോഴാണ് ഈ ഒരു ഡ്രെയിനേജ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുക. ഇത് നമ്മുടെ കൈ കൊണ്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ലിംഫാറ്റിക് ഡ്രെയിൻ ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന്റെ ആ ഒരു എന്താ പറയുന്ന പഫിനെസ് മാറുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഫേസ് ലിഫ്റ്റ് തോന്നുന്നത്. അതൊക്കെ വളരെ ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി നിങ്ങളുടെ ഫേസിന്റെ ഷാർപ്പ് ചിസിൽഡ് ആയിട്ടുള്ള ഒരു ജോലൈന് വേണ്ടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്താൽ നടക്കില്ല. നമ്മുടെ നാച്ചുറൽ സാധനം അത് അങ്ങനെ തന്നെ ഫേസിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫാറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓവറായിട്ട് ഒബിസിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക് ബോഡി എക്സസൈസ് ചെയ്യുക. നമ്മൾ ബേസിക് ബോഡി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് പോകുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഫാറ്റ് നന്നായിട്ട് റെഡ്യൂസ് ആവും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഫേസിനായിട്ട് പ്രത്യേകിച്ച് യോഗ എക്സസൈസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺബോക്സിൽ ചെയ്യും. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഇരിക്കും. ഇപ്പോൾ ആയാലും മറക്കണ്ട. ടാറ്റ.